ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം സസ്യങ്ങൾക്ക് സമ്പൂർണ്ണ ഭക്ഷണം. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് വളം അല്ലെങ്കിൽ ഫെർട്ടിലൈസർ എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പ്ലാന്റ് ഫുഡ് അതായത് സസ്യങ്ങൾക്കുള്ള ആഹാരം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയേണ്ടത് സസ്യങ്ങളുടെ ആഹാരം എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. എന്നാലേ നമുക്ക് ആഹാരം തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സസ്യങ്ങൾക്ക് വേണ്ട പ്രധാനമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പല പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് വിശദീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം 16 കൂട്ടം ഐറ്റംസാണ് ഒരു സസ്യം വളരാൻ വേണ്ടി ആവശ്യമുള്ള ഘടകങ്ങൾ. കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ പ്രൈമറി ന്യൂട്രിയൻസ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. സെക്കൻഡറി ന്യൂട്രിയൻസ് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് സിങ്ക്, ബോറോൺ, അയൺ, മാംഗനീസ്, കോപ്പർ, മൊളിബീഡിയം, ക്ലോറിൻ. അപ്പോൾ ഇത്രയാണ് സാധാരണഗതിയിൽ ചെടിക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ. ഇതെല്ലാം ഞാനിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കാൽഷ്യം നൈട്രേറ്റ് ഉണ്ട്, പൊട്ടാസ്യം നൈട്രേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്, മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, ചിലേറ്റഡ് അയൺ, ദെൻ മൈക്രോ ന്യൂട്രിയൻസ്. ഈ പറയുന്ന ചെടിക്ക് ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും ഞാനിവിടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെച്ചു ഉടനെ ഇതെല്ലാവരും വാരി നമ്മളൊരു ചെടിയുടെ ചുവട്ടിൽ കിട്ടാൻ ചെടി കരിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക റേഷ്യയിൽ വേണം ഇതിനെ നമുക്ക് തയ്യാറാക്കാനായിട്ട്. ഈ റേഷ്യോ ഒന്നും ഞാൻ കണ്ടുപിടിച്ചല്ല. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, പല വലിയ വലിയ ഫാമുകളിൽ വർക്ക് ചെയ്യുന്ന, ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകളുടെ സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഞാനും ഇവിടെ ഹൈഡ്രോപോണിക്സ് കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. കാരണം ഈ കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ചെടികളെല്ലാം വളർത്തുന്നത്. ഇവിടെ നമ്മൾ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഫുഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല. എൻ്റേതായി പ്ലാന്റ് ഫുഡ് ഉപയോഗിച്ച് മാത്രമാണ് ഈ ഡച്ച് ബക്കറ്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, ഹൈഡ്രോപോണിക്സ് ഉണ്ട്, അതിൽ NFT ഉണ്ട്, ഇതിലെല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ ഈ NFT ഒക്കെ ചെയ്തപ്പോൾ ഉള്ള കോമ്പിനേഷൻ ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കോമ്പിനേഷൻ നമുക്ക് എവിടെയും ഉപയോഗിക്കാം. അത് മണ്ണിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ NFTയിലും ഡച്ച് ബക്കറ്റിലും അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ എല്ലാം ഉപയോഗിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിന് ഒരു റേഷ്യോ ഉണ്ട്. ഈ റേഷ്യോയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. റേഷ്യോ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഭക്ഷണം എന്നുള്ള വാക്കാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, അതായത് ചെടിക്ക് ആവശ്യമുള്ള ഭക്ഷണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ മനുഷ്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ മനുഷ്യൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറാണ്. അപ്പോൾ അതിന് നമുക്കൊരു പ്രൈമറി ഫുഡ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫുഡ് എന്ന് പറയാം. അതായത് ജീവൻ നിലനിർത്താൻ മനുഷ്യന് ആവശ്യമുള്ള പ്രധാന, ഇപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ചോറ് കിട്ടിയാൽ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ചെടിക്ക് ഇതുപോലെയാണ്. ഫണ്ടമെൻ്റൽ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെടിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ന്യൂട്രിയൻസ് എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ പ്രൈമറി ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. അതിനെ നമ്മൾ ഫണ്ടമെൻ്റൽ ന്യൂട്രിയൻസ് എന്ന് പറയാം. അതായത് ഫണ്ടമെൻ്റൽ ഫുഡ് മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചോറാണ് ഫണ്ടമെൻ്റൽ ഫുഡ്. അപ്പോൾ ചോറ് മാത്രം കൂട്ടി വെറുതെ എപ്പോഴും കഴിക്കാൻ പറ്റില്ല. നമുക്ക് ജീവിതം നിലനിർത്താൻ വേണ്ടി വല്ലപ്പോഴൊക്കെ ചോറ് മാത്രം കഴിക്കാം. പക്ഷേ അതിന് സൈഡ് ഡിഷസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് സൈഡ് ഡിഷസ് ആയിട്ട് വരുന്ന അവിയൽ, തോരൻ, സാമ്പാർ ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി ന്യൂട്രിയൻസ്. അതായത് ചോറ് കഴിക്കാൻ വളരെ അത്യാവശ്യം വേണ്ട സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെക്കൻഡറി ഫുഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അവിയൽ, തോരൻ, സാമ്പാറൊക്കെയാണ്. അപ്പോൾ ചെടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണ് സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. ഇതാണ് ചെടിയെ സംബന്ധിച്ചുള്ള സെക്കൻഡറി. ഇനി അടുത്തതാണ് മൈക്രോ ന്യൂട്രിയൻസ്. നമ്മുടെ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, തൊടുകറികൾ, ഇപ്പോൾ മാങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, അതുപോലെ തന്നെ ഇഞ്ചി അച്ചാർ, പിന്നെ നമ്മൾ ഉപ്പേരി ഉപയോഗിക്കും, അതുപോലെ ചില സമയത്തൊക്കെ നമ്മൾ പായസം ഉപയോഗിക്കും. പക്ഷേ ഇതൊന്നും നെസസറി അല്ല. ഇനി പക്ഷേ കുറച്ചുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ചോറ് വേണം, സെക്കൻഡറി ആയിട്ടുള്ള അവിയൽ, തോരൻ, സാമ്പാർ വേണം, അതുപോലെ തന്നെ അച്ചാറുകൾ വേണം, പപ്പടം വേണം, പഴം വേണം. ഇങ്ങനെ എല്ലാവരും ചേർന്ന് വരുന്നതിനാണ് ഒരു സമ്പൂർണ്ണ ഭക്ഷണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചെടിക്കാണെങ്കിലും ഒരു സമ്പൂർണ്ണ ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്തെല്ലാം വേണം, പ്രൈമറി ന്യൂട്രിയൻസ് ആയ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സെക്കൻഡറി ന്യൂട്രിയൻസ് ആയ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, വളരെ ചെറിയ തോതിലാണെങ്കിലും സിങ്ക്, ബോറോൺ, അയൺ, മാംഗനീസ്, കോപ്പർ, മൊളിബീഡിയം, ക്ലോറിൻ. ഇത്രയും മൈക്രോന്യൂട്രിയൻസ് ഒരു പ്രത്യേക റേഷ്യയിലായി കഴിയുമ്പോഴാണ് ഇതൊരു നല്ല ഭക്ഷണമായിട്ട് മാറും.
ഇത് നല്ല ഭക്ഷണമായിട്ട് മാറാമെന്നുള്ളതിൻ്റെ കാര്യം ഞാൻ റേഷ്യോയുടെ കാര്യം ഞാൻ വിശദീകരിക്കാം. അതായത് നമ്മളൊരു സദ്യക്ക് ഊണ് കഴിക്കാതിരിക്കുകയാണ്. ഒരാൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ ഫുഡങ്ങ് ഇട്ടു, ചോറിട്ടതിന് ശേഷം അതിലേക്ക് കൊണ്ടുവന്ന് സെക്കൻഡറി ആയിട്ടുള്ള നമ്മുടെ സാമ്പാർ, ഒരു വലിയ പാത്രം നിറച്ച് സാമ്പാർ കൊണ്ട് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെ ചോറ് കൊണ്ടിട്ടു, അതിൽ കുറേ അവിയൽ കൊണ്ടിട്ടു, അപ്പോഴും കഴിക്കാൻ പറ്റില്ല. കാര്യം ഇതെല്ലാം നല്ലതാണെങ്കിൽ പോലും അതൊരു പ്രത്യേക റേഷ്യോയിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ അത് കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചോറ് കൊണ്ടുവന്നിട്ടു, സെക്കൻഡറി ന്യൂട്രിയൻസ് ഇല്ല, അച്ചാർ കൊണ്ടുവന്നിട്ട് കുറേ അച്ചാറ് കൊണ്ടുവന്നിട്ടു, അങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇതിൻ്റെ നല്ലൊരു റേഷ്യോ ആണ് ഇതിൻ്റെ പ്രധാനം. നല്ലൊരു ഫുഡ് എന്ന് പറയുന്നത് ഈ ചേരുവകളെല്ലാം നല്ല രീതിയിൽ നല്ലൊരു അളവിലേക്ക് എത്തുമ്പോഴാണ് അതൊരു നല്ല ഭക്ഷണം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ചെടിക്കും. അതായത് ഈ പറഞ്ഞ എല്ലാ മെറ്റീരിയലും ഞാനിവിടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മെറ്റീരിയലെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതെല്ലാവരും കൂടി വാരി ചെടിയുടെ ചോട്ടിലേക്കിട്ട് ചെടി കരിഞ്ഞു പോകും. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ സെർട്ടൻ നല്ല റേഷ്യോസ് ഉണ്ട്. ഈ റേഷ്യോസ് ഒന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല. ഇതെല്ലാം നമ്മുടെ ഈ കുറേ കാലത്തെ, അതായത് 3-4 വർഷമായിട്ട് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും അക്വാപോണിക്സൊക്കെ ചെയ്ത് അതിലെല്ലാം ചെടികൾക്ക് ന്യൂട്രിയൻസിൻ്റെ ഫോർമുലാസ് പല ഭാഗങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ച് അതെല്ലാം നമ്മളെ രീതിയിൽ പരീക്ഷണാത്മകമായിട്ട് ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത്. എന്തുകൊണ്ട് ഈ കോമ്പിനേഷൻ നമ്മുടെ സാധാരണ കൃഷിക്ക് ഉപയോഗിച്ചുകൂടാ എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് ചെയ്ത് നോക്കിയതും എൻ്റെ ചെടികളിൽ ഞാനത് അപ്ലൈ ചെയ്ത് നോക്കിയതും. അപ്പോൾ എൻ്റെ ചെടികളിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ചിലവ് കുറഞ്ഞാണ്, വളരെ എളുപ്പമാണ്, അതുപോലെ വളരെ ഹൈജനിക്കാണ്. നമുക്ക് ഈ ചാണാനും മറ്റു സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ചാണാൻ ബുദ്ധിമുട്ടില്ല. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, മണമാണ്, പല ആർഗ്യുമെൻറ്റ് പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. അതിനെക്കുറിച്ച് നമുക്ക് തർക്കിക്കാനോ ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ചാണാൻ ഉപയോഗിക്കരുതായിട്ട് ഞാൻ പറയുകയില്ല. അതെല്ലാം ഉപയോഗിച്ചേ പറ്റുള്ളൂ ഉള്ളവരും. ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ എങ്ങനെയാണ് നമ്മുടെ ഈ പ്ലാന്റ് ഫുഡ് തയ്യാറാക്കുന്നത്, അതിൻ്റെ കൃത്യമായ റേഷ്യോയും അത് തയ്യാറാക്കുന്ന വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി നാളെ ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. താങ്ക് യു.